Hello friends, welcome to my channel. രാവിലെ മഴയുള്ളൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടപ്പാണ്. ഓട്ടപ്പം തന്നെ പല തരത്തിലുണ്ടാക്കുന്നുണ്ട്. അരി കുതിർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ അരിപ്പൊടിയിലും ചെയ്തെടുക്കുന്നുണ്ട്, പിന്നെ മൈദപ്പൊടിയിൽ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മൈദപ്പോളം എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ന് അതാണ്. അപ്പോൾ നമ്മൾ ഓട്ടടയുടെ മിക്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാ അടുപ്പത്താണ് കേട്ടോ ഇത് ചെയ്തെടുക്കാറ്, അപ്പോഴാണ് കൂടുതലും നന്നാവുക എന്ന് പറയുക. അപ്പോൾ ഇത് മൺചട്ടിയിലാണ് ചെയ്തെടുക്കുക. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. തലേ ദിവസം 3 കപ്പ് പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ നമ്മളൊരു മിക്സിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് ചെറിയുള്ളി, 1 കോഴിമുട്ട, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഫസ്റ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴും അത്ര ശരിയാവില്ല, പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ റെഡിയായി കിട്ടും കേട്ടോ. ഓട്ടടയ്ക്കുള്ള മിക്സ് തയ്യാറാക്കുമ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മളിതിൻ്റെ മാവ് തയ്യാറാക്കുക. ഇനി ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ കാൽ ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടൻ ചായയുടെ കൂടെ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് മുട്ടപ്പത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. ഈ പൊന്നാനിക്കാർക്ക് ഇത് വളരെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ കുഴപ്പമില്ല, മധുരമൊന്നുമില്ലാതെ ഒരു നല്ല ടേസ്റ്റുള്ളൊരു അപ്പം തന്നെയാണ്. അപ്പോൾ എന്നൊന്നും മേടിക്കില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കാറുള്ളൂ. ഓട്ടപ്പം ഉണ്ടാക്കുമ്പോൾ തീ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അടി കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ഓട്ടപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 കോഴിമുട്ടയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഓട്ടപ്പം കഴിക്കാൻ എപ്പോഴും തേങ്ങാപ്പാലും പഞ്ചസാരയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. ഈ കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയൊന്ന് ട്രൈ ചെയ്യാം. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ, പക്ഷെ മഴ പെയ്താൽ ഇതിൽ ഒരുപാട് മുട്ടുണ്ടാവും, പിന്നെ അത് വിരിഞ്ഞിട്ട് കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇത് ഒരു ഇലച്ചെടിയാണ്, പക്ഷെ ഇതിൻ്റെ പേരറിയില്ല. കാണാൻ നല്ല രസമുണ്ട്, ഒരു 2 കളർ മിക്സ് ആയിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്ച്ചോറിലേക്ക് 2 ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ. ഒന്ന് തേങ്ങ ചമ്മന്തി, പിന്നെ കച്ചമ്പറ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാ. കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും ചോറ് കഴിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനി ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ. ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ്, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ.
1 കപ്പ് തേങ്ങ, 1/2 കപ്പ് പൊടിയരി കഴുകി എടുത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് കൂന്തൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-2 പച്ചമുളക്, 5 പച്ചമുളക് വരെയൊക്കെ എടുക്കാം കേട്ടോ. എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ. എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കുക. അപ്പോൾ ആദ്യം തന്നെ പകുതിയോളം പൊടിയരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പൊടിയരി കഴുകി വെക്കുമ്പോൾ 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പൊന്നും എടുക്കേണ്ട, ഒരു 1/4 കപ്പോളം എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ബാക്കി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി പച്ചമുളക്, പെരിഞ്ജീരകം, കറിവേപ്പില, ചെറിയുള്ളി, ഉലുവ അതൊക്കെ കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 5 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പച്ചമുളകിൻ്റെ പീസസൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഓരോ കൂന്തൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ മിക്സ് നിറച്ച് കൊടുക്കുക. കുറച്ച് വലിയ കൂന്തൽ എടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നിറച്ച് കൊടുക്കാൻ പറ്റും. ഇത് ചെറുതാണ്, അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും വലുത് നോക്കി വാങ്ങിക്കുക. ഒരു 1/4 ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഈർക്കിളി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുക. ഇനി ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുക്കറിൽ ഒരുപാട് വെള്ളം കൊടുക്കണ്ട, കൂന്തളൊന്നും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള കൂന്തളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. കുക്കറിൽ ഒരു 15 മിനിറ്റിന് ശേഷം കുക്കർ ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം തുറന്നു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.